കോൺഗ്രസ് നേതാക്കളെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കുപ്പായം തുന്നി ഭരണം, അധികാരം എന്നിവ കാത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ചാണകത്തിൽ ചൂലുമുക്കി അടിക്കണമെന്ന പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ പൊടി പൊടിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അമിത്ഷായോ മോദിയോ പിണറായി വിജയനോ ശ്രമിച്ചാൽ നടക്കില്ല. കോൺഗ്രസ് വിജയിക്കും. പക്ഷേ അതിന് നേതാക്കൾ പണിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ കുപ്പായം തുന്നിവെച്ച് ഞാൻ മുഖ്യമന്ത്രിയാകും, ഞാനങ്ങ് ഈസിയായിട്ട് ജയിച്ചു പോകും എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ചാണകത്തിൽ ചൂലുമുക്കി അടിക്കണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ വാദം. ദാസനും വിജയനും എന്നൊക്കെ പേരിട്ടിട്ടാണ് ആളുകൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായം ഉണ്ട് താനും. കാരണം വേറൊന്നുമല്ല, എന്തുകൊണ്ടാണ് 2021 തോൽവി എന്ന് കോൺഗ്രസ് പുനഃപരിശോധിച്ച് നോക്കണം. ഒന്നുമല്ല, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ തന്നെ പൗഡർ കുട്ടപ്പൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്? എല്ലാം സെൽഫിഷാക്കി, ആരോപണങ്ങളൊക്കെ സ്വന്തം പട്ടികയിൽ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ ഒരു പുസ്തകം പോലും വരാൻ പോകുന്നു. രമേശ് ചെന്നിത്തല കണ്ടെത്തിയ അഴിമതികൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം തൻ്റെ ക്രെഡിറ്റാണ്, താനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, താനാണ് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്, സർക്കാരിനെ വീഴ്ത്താൻ, അതായത് ഒന്നാം പിണറായി സർക്കാരിനെ വീഴ്ത്താൻ താനാണ് തന്ത്രങ്ങൾ മെനയുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള രമേശ് ചെന്നിത്തലയുടെ ശ്രമം പാഴായിപ്പോയി, വിജയിച്ചില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ അനാരോഗ്യം. അതും ശരിയാണ്, വാസ്തവമാണ്. ഉമ്മൻചാണ്ടി പ്രചരണ രംഗത്ത് സജീവമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് അനാരോഗ്യം ബാധിച്ചിരുന്നു. അതും 2021 തെരഞ്ഞെടുപ്പിന് പരാജയ കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മറ്റൊന്ന്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ആക്രമിച്ചിരുന്നത്. ഏത് വിവാദം, സ്വർണ്ണക്കടത്താണെങ്കിലും സ്പ്രിംഗ്ലിംഗ് വിവാദമാണെങ്കിലും ഈ വിവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അഴിമതി നടത്തുന്നത് എന്ന് മാത്രമായിരുന്നു ആരോപണം. ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിചേർത്ത് പറയാൻ രമേശ് ചെന്നിത്തല ധൈര്യം കാണിച്ചില്ല. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയെ പെണ്ണുകേസിൽപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരോട് ഈ ഒരു മൃദു സമീപനം രമേശ് ചെന്നിത്തല പുലർത്തിയത് കോൺഗ്രസ് അണികളെ നിർവീര്യമാക്കി എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നോക്കാം. വി ഡി സതീശനും സെൽഫിഷിൻ്റെ കാര്യത്തിൽ, സ്വാർത്ഥതയുടെ കാര്യത്തിൽ ഒട്ടും പിന്നാക്കമല്ല. ഒരു കാര്യവും മറ്റ് ഒരാൾ ചെയ്തു എന്ന് ക്രെഡിറ്റ് കൊടുക്കാറില്ല. എല്ലാം എനിക്ക്, എല്ലാം ഞാൻ എന്ന ഭാവത്തിലാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. ചെന്നിത്തലയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ നേരിട്ട് പഴിചാരുന്നതിൽ വി ഡി സതീശൻ വിജയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. വി ഡി സതീശൻ അങ്ങനെ നേരിട്ട് കടന്നാക്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാം എൻ്റെ ക്രെഡിറ്റ്, ഞാനാണെല്ലാം ചെയ്തത് അങ്ങനെ പറഞ്ഞ് പോകുന്ന ശീലമാണ് വി ഡി സതീശനുള്ളത്. അതുകൊണ്ട് വി ഡി സതീശനെ ആദ്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് തൂക്കി ദൂരെ കളയണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം. ഒരുപക്ഷേ എങ്കിൽ ജനങ്ങളുടെ വികാരമായിരിക്കാം പ്രകടിപ്പിക്കുന്നത്. ശരിയാണ്, വി ഡി സതീശൻ സ്വാർത്ഥനാണ്, ഏകാധിപത്യ മനോഭാവമാണ്. ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമൊക്കെ വിശാല ഐസഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലും വി ഡി സതീശൻ്റെ ഈ ഏകാധിപത്യ മനോഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇനി പറയുന്നു, ചില നേതാക്കൾ വരണം. എവിടെയൊക്കെ? ജീർണിച്ച ചെറുപ്പമുള്ള എം ഹസനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത ശേഷം, മാറ്റിയ ശേഷം ടി സിദ്ദിഖിനെയോ ഷാഫി പറമ്പിലിനെയോ ആ ദൗത്യം ഏൽപ്പിക്കണം. ശരിയാണ്, കാരണം യൗവനം വരണം, ചെറുപ്പക്കാർ വരണം. ടി സിദ്ദിഖോ ഷാഫി പറമ്പിലോ ആണെങ്കിൽ ഈ മുന്നണിയിലെ ഘടകകക്ഷികളെ സംയോജിപ്പിച്ചു കൊണ്ടുപോകാനും ചെറുപ്പം കാത്തു സൂക്ഷിക്കാനും അവർക്ക് കഴിയും. ഹസനെ പോലെ ജീർണിച്ച ചെറുപ്പമുള്ള നേതാക്കളെ അകറ്റി നിർത്തണം. ഇനി KPCC അധ്യക്ഷനായി വരാൻ യോഗ്യതയുള്ള ആരൊക്കെയാണെന്ന് പറയുന്നത് എങ്ങനെ നോക്കാം. റോജി എം ജോൺ, ശരിയാണ്, റോജി എം ജോൺ നല്ല നേതാവാണ്. മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ്, VT ബൽറാം, ഇവരിൽ ആരെങ്കിലും ഒരാളെ ഹൈക്കമാൻഡ് ഇടപെട്ട് KPCC നേതൃത്വം ഏൽപ്പിക്കണം. കെ സുധാകരനെ അവിടെ നിന്ന് ഇറക്കി വിടണം. കെ സുധാകരൻ മോശപ്പെട്ട നേതാവെന്ന അഭിപ്രായമല്ല, കെ സുധാകരന് പ്രായം കഴിഞ്ഞു, ഇനി യൗവനം വരണം, പാർട്ടിയെ പുതുക്കി പണിയണം. നവ ആവേശത്തോടു കൂടി പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ നേതൃത്വം വരണം. റോജി എം ജോണോ, മാത്യു കുഴൽനാടനോ, അതുപോലെ ഡീൻ കുര്യാക്കോസോ, VT ബൽറാമോ, ചിലപ്പോൾ ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് കെ മുരളീധരൻ വന്നാലും ഒരുപക്ഷേ പാർട്ടിയുടെ യൗവനം നിലനിൽക്കുമെന്നാണ്. അതിന് കാരണമുണ്ട്. അവർ പറയുന്നതിന് കാരണം, കോൺഗ്രസിനെ ഒതുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഹരിയാനയിലെ അമിത ആത്മവിശ്വാസം, രാജസ്ഥാനിലെ പടലപ്പിണക്കം, ഗെലോട്ട് എന്ന് പറയുന്ന മുതിർന്ന വൃദ്ധൻ പുതിയ തലമുറയെ അംഗീകരിക്കാത്തതാണ് അവിടെ പ്രശ്നമായത്. ഹരിയാനയിൽ അമിത ആത്മവിശ്വാസമാണ് പ്രശ്നമായത്. മധ്യപ്രദേശിൽ നഷ്ടപ്പെട്ടു, മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ടു. ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടു. ഈ തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നേതാക്കൾ മാറണം, നേതാക്കൾ ശരിയാവണ്ണം പണിയെടുക്കണമെന്ന് താക്കീത് ചെയ്യുകയാണ് കോൺഗ്രസ് അണികൾ. ഇനി മറ്റൊരു കാര്യം,
എല്ലാം ഞാൻ തന്നെ പറയണമെന്ന് നിർബന്ധമില്ലല്ലോ. എല്ലാം ഒരു നേതാവ് തന്നെ പറയണമെന്ന് നിർബന്ധമുണ്ട്. കെ കരുണാകരനെ നോക്കൂ. കെ കരുണാകരൻ ആരൊക്കെ കൊണ്ടാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിന് നാവായി പ്രവർത്തിച്ചിട്ടുള്ളത്? ടി.എച്ച്. മുസ്തഫ, അതുപോലെ തന്നെ ടി.എം. ജേക്കബ്, ആർ. ബാലകൃഷ്ണപിള്ള, അവരൊക്കെ കെ കരുണാകരന്റെ നാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടി ആണെങ്കിലോ, ഉമ്മൻചാണ്ടിക്ക് പകരം സംസാരിക്കുന്നത് ചിലപ്പോൾ ആര്യാടൻ മുഹമ്മദ് ആയിരിക്കും, അതുപോലെ തന്നെ കെ.സി. ജോസഫ് ആയിരിക്കും, ബെന്നി ബെഹന്നാനായിരിക്കും. ഇവരൊക്കെയാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അതിഘോരമായി സംസാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറയേണ്ട അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട അഴിമതി ആരോപണങ്ങൾ ഇവരിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ വിവിധ തലങ്ങളിൽ നിന്ന് സർക്കാരിനെ അല്ലെങ്കിൽ ഭരണകക്ഷിയെ ആക്രമിക്കാനുള്ള ആർജവം പാർട്ടിക്ക് കിട്ടുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. എല്ലാ ആരോപണങ്ങളും വി ഡി സതീശൻ പറയും, എല്ലാം വി ഡി സതീശൻ കൊണ്ടുവരും. വി ഡി സതീശനാണ് എല്ലാത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന നിലയ്ക്ക് അങ്ങനെ പുളകിതനായിരിക്കുകയാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള LDFിലെ പിണറായി വിജയനെ നോക്ക്. പിണറായി വിജയന്റെ നാവായി മുമ്പുണ്ടായിരുന്ന AK ബാലൻ, MM മണി, അതുപോലെ തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പിണറായി വിജയൻ UDFിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും AK ബാലനും MM മണിയും ഒക്കെ ആ ആക്രമണം തുടരുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ഇനി AK ആന്റണി ആരെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? AK ആന്റണി സർക്കാരിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നാവുകളാരൊക്കെയാണ്? VM സുധീരൻ, അതുപോലെ ഉമ്മൻചാണ്ടി, MM ഹസനൊക്കെ അന്ന് ചെറുപ്പമായിരുന്നു. അവരായിരുന്നു AK ആന്റണിക്ക് വേണ്ടി പട നയിച്ചിരുന്നത്. AK ആന്റണിക്ക് വേണ്ടി കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നത്. അല്ലാതെ എല്ലാം AK ആന്റണി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബലം കിട്ടില്ല എന്നത് വാസ്തവമാണ്. ഇവിടെ വി ഡി സതീശൻ ഇക്കാര്യം തിരിച്ചറിയുമോ എന്നത് സംശയമാണ്. ഇനിയുമുണ്ട് കാര്യങ്ങൾ. വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം, കെ സുധാകരനെ മാറ്റണം, അതുപോലെ KPCC അധ്യക്ഷന്മാരായി ഇവരിൽ ആരെങ്കിലും റോജി എം ജോണോ, മാത്യു കുഴൽനാടനോ, ഡീൻ കുര്യാക്കോസോ, VT ബൽറാമോ വരണം. അതുപോലെ UDF കൺവീനറായി T സിദ്ദിഖോ, ഷാഫി പറമ്പിലോ വരണം എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെ ഒരു സാധ്യത, ഇങ്ങനെ ഒരു നീക്കം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് തഴച്ചു വളരും. മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ BJP ഭയക്കുന്നത് എന്താണ്? കേരളത്തിലെ ഒരു കനൽ മതി, ഒരു തരി മതി, അത് BJPയുടെ ഉറക്കം കെടുത്തും. ഇത് കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കാൻ BJP എന്ത് ചെയ്യുന്നു? CPMനെ പിന്തുണയ്ക്കുന്നു. അവർ തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. കോൺഗ്രസ് കേരളത്തിൽ തകരണം. കേരളത്തിൽ കോൺഗ്രസ് പച്ചപിടിക്കാൻ പാടില്ല. കേരളത്തിൽ മാത്രമാണെങ്കിൽ പോലും കോൺഗ്രസിന് ബലമുണ്ടെങ്കിൽ അത് കേന്ദ്രത്തെ ബാധിക്കുമെന്ന് BJP ഭയക്കുന്നുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വം ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് ഇവിടുത്തെ BJP CPM ബന്ധത്തിന്റെ അടിത്തറയും. ഇത്തരം കാര്യങ്ങളിൽ, അതായത് പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് പുതിയ യൗവനം, പാർട്ടിയിലെ ചെറുപ്പം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തൊടാൻ അമിത്ഷായോ പിണറായിയോ മോദിയോ വിചാരിച്ചാൽ നടക്കുകയില്ല എന്ന് തന്നെയാണ് പൊതുജനം അഭിപ്രായപ്പെടുന്നത്. ഈ മാറ്റം അല്ലെങ്കിൽ ഈ ശബ്ദങ്ങൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വരുമോ എന്നുള്ളതാണ് അതിശയിച്ച് നോക്കിക്കാണേണ്ട കാഴ്ച.